ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവക്കുട്ടിയുടെ ഒരു ഡേ ഇൻ ലൈഫാണ്, ഡേ ഇൻ യുവൂട്ടീസ് ലൈഫ്. അപ്പം അവളുടെ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഞാൻ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ച ഒരു വീഡിയോ ആണ്, ഇതൊന്ന് ചെയ്യണം എന്നുള്ളത്. പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ നമുക്ക് കാണാമല്ലോ, കുട്ടികളെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വലുതായി പോകുമല്ലോ. അപ്പോൾ അവളുടെ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പിന്നെ ഭാവിയിൽ വലിയ കുട്ടികളാകുമ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ലീവ് എടുത്തിട്ടുള്ള ഒരു ദിവസത്തെ വീഡിയോ ആണിത്. അന്നത്തെ ഒരു ദിവസം അവളുടെ മൊത്തം റുട്ടീൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ രാവിലത്തെ സീനാണ്. രാവിലെ ഇവൂട്ടി എണീറ്റ് വരുന്നതാണ്. അപ്പോൾ അവൾ എണീറ്റ് വന്നിട്ട് തൊട്ടിയിൽ അവസാനം ഞങ്ങൾ രാവിലെ കുറച്ച് നേരം തൊട്ടിയിൽ കൊണ്ടുപോയി കിടത്തും. അവൾ രാവിലെ ഒരു 5:30-6 മണിയാകുമ്പം എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവൾ തൊട്ടിയിൽ ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് കിടന്നിട്ടുള്ളതാണ്. എന്നിട്ട് ആളിതാ പതുക്കെ എണീറ്റ് വരികയാണ്. അവൾക്ക് ദിവസം തുടങ്ങായി. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് യൂട്ടി എണീറ്റ് വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഉമ്മിൻ്റെ അപ്പോ. ഇന്ന് പാവ എഴുന്നേറ്റപ്പം ഏകദേശം ഒരു 8:15-8:30 ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വലിയ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അത് കുറച്ച് നേരത്തെ പരിപാടിയാണ്. നമ്മൾ കുറച്ച് ബഹളം വെക്കലും കുറച്ച് മൽപ്പിടുത്തങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും അവളുടെ പല്ല് തേപ്പ് കഴിയും. അത്ര ഇഷ്ടപ്പെട്ട കാര്യമല്ല. അപ്പം നമ്മൾ കുറച്ച് ബലം പ്രയോഗിച്ച് പല്ലൊക്കെ ഒന്ന് തേപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ദോശ വാവയ്ക്ക് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള മുരിഞ്ഞ ദോശയാണ് വാവയുടെ ബ്രേക്ക്ഫാസ്റ്റ്. മാവ് ഇരിക്കും തോറേ അപ്പോൾ ഓടി വാ. ഈ ദോശയും അങ്ങനത്തെ കടികളൊക്കെ അവൾ തന്നെ കഴിക്കാനാണ് ഇഷ്ടപ്പെടാറ്. അതുകൊണ്ടാണ് തന്നെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അങ്ങനെ കഴിക്കുമ്പം വളരെ കുറച്ച് ആളുടെ വയറ്റിലേക്ക് ചെല്ലുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ അവസാനം നിവർത്തിയില്ലാതെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഫോണും പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് തന്നെ ഇച്ചിരി ചമ്മന്തി എല്ലാം കൂട്ടി ഞാൻ ദോശ കൊടുക്കുന്നതാണ് കാണുന്നത്. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 9-9:30 ആയപ്പോഴത്തേക്കും അവൾക്ക് വീണ്ടും കളിക്കാൻ പോകണം താഴത്തേക്ക്. അപ്പം ഞാൻ ഇന്ന് ലീവ് എടുത്ത ദിവസമായതുകൊണ്ട് എൻ്റെ കൂടെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് അവനെ ഞങ്ങൾ താഴെ കൊണ്ടുപോകാനായിട്ട് റെഡിയാക്കണോ. ബേബിക്ക് വിളിച്ചാൻ പറ്റില്ല. വണ്ടി കയറ്. ഇപ്പം താഴെ പോകുമ്പോൾ വാവയ്ക്ക് മണ്ണിൽ കളിക്കാനുള്ള ഐറ്റംസ് ഒക്കെ എടുത്തിട്ടാണ് വാവ പോവാറ്. അപ്പം മണ്ണിൽ കളിയാണ് മെയിനായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഹോബി താഴെ പാർക്കിൽ പോയാൽ. അപ്പം വാവയുടെ സാധനങ്ങളൊക്കെ ആയിട്ട് വാവ പതുക്കെ ലിഫ്റ്റിന് മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. പോട്ടെ പോട്ടെ മണ്ടി പോട്ടെ. ബേബി ഒന്ന് ചിരിച്ചേ. സ്മൈൽ. ടാറ്റാ. ഒരു ടാറ്റതാ. ടാറ്റാ. അപ്പോൾ ഏകദേശം ഒരു 10:30 മണിയായി കാണും ഞങ്ങൾ താഴേക്ക് വരുമ്പം. ഒരു 10:30-10:45 കൂടി ഞങ്ങൾ താഴെ എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ അവിടെ പാർക്കിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ കൊണ്ടുവന്ന വണ്ടി ഇവിടെ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ പാർക്ക് ചെയ്ത് ഞങ്ങളിതാ അവിടെ പാർക്കിലേക്ക് പോവാണ്. വാവാച്ചി അങ്ങനെ അവളുടെ സ്ലൈഡിലും ഊഞ്ഞാലിലും അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ മാറി മാറി കയറി കളിച്ചു ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളും അവിടെ തന്നെ നിൽക്കുകയാണ്. സമയം പോകുന്നത് അറിയുന്നില്ല. പക്ഷെ വാവയ്ക്ക് തിരിച്ചു പോകണ്ട, വാവ ഭയങ്കര കളിയിലാണ്. ഊഞ്ഞാലിൽ പോയി കൂടെ അവളുടെ കളിക്കൂട്ടുകാരിയുണ്ട്. രണ്ടുപേരും കൂടി ഇങ്ങനെ ഊഞ്ഞാലിലാടി കളിക്കുകയാണ്. ഇപ്പം ഊഞ്ഞാലാടി കുറച്ച് നേരം ഊഞ്ഞാലാടി കഴിയുമ്പോഴത്തേക്കും വീണ്ടും അവർക്ക് സ്ലൈഡിലേക്ക് പോകണം. അങ്ങനെ ഊഞ്ഞാൽ സ്ലൈഡ് അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ അന്നത്തെ പാർക്കിൽ ഒത്തിരി ടൈം നമ്മൾ അന്നെടുത്തു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2-3 മണിക്കൂർ അന്ന് ആ പാർക്കിൽ ഞങ്ങൾ നിന്നു. നടന്നിട്ടാണ് വരുന്നത്.
പിന്നെ നമ്മുടെ യുവൂട്ടി കുറച്ച് നേരം സ്ലൈഡിൽ കളിച്ചു. സ്ലൈഡിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് വീണ്ടും മണ്ണിൽ കളിക്കണം. മണ്ണിൽ കളിക്കാനും മണ്ണ് വാരാനും ഒക്കെ ആയിട്ട് വീണ്ടും അവളങ്ങനെ അവളുടെ കളികളിൽ അങ്ങനെ മുഴുകിയിരുന്നു. ഞാനും അതുവഴിയെല്ലാം അങ്ങനെ നടന്ന് ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്തു. പോട്ടെ പോട്ടെ പോട്ടെ. വീണ്ടും യുവക്കുട്ടി മണ്ണിൽ കളിക്കാൻ വന്നു. അങ്ങനെ 10:30 പോയി ഞങ്ങൾ ഒരു 12:30 1 മണി വരെ അവിടെ തന്നെയായിരുന്നു. അതിനു മുന്നേ ഞാൻ അവളെ കൊണ്ടുപോകാൻ പലവട്ടം ശ്രമിച്ചെങ്കിലും അവൾ വന്നില്ല. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഉച്ച വരെ അവിടെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ആ കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ ആ പൂക്കളുടെ ഭംഗി ഒന്ന് എടുത്തതാണ്. അവളുടെ ഫ്രണ്ടിൻ്റെ ഗ്രാൻഡ് ഫാദറാണത്, ഒരു ഹിന്ദിക്കാരാണ്. അപ്പോൾ അങ്കിളിൻ്റെ അടുത്താണ് അവളിപ്പോൾ കമ്പനി ആയിട്ടിരിക്കുന്നത്. അങ്കിളിനെ അപ്പ അപ്പ എന്നൊക്കെ വിളിച്ചിട്ട് അവിടെ ഭയങ്കര കളിയാണ്. അവിടുന്ന് മണൽ വാരി ഇവിടെ കൊണ്ടുവന്നിടുന്നു. അവസാനം ഞാനത് വഴക്ക് പറഞ്ഞ് മണൽ ഇവിടെ കൊണ്ടിടണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അത് നിർത്തി. വീണ്ടും അവരവരെ കളികളിൽ തുടങ്ങി. അങ്കിളിനെ എന്തൊക്കെയോ പറഞ്ഞ് അങ്കിളിൻ്റെ കൂടെ കളിയാണ് രണ്ടുപേരും കൂടി. അവസാനം ഒരുവിധം പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി അവിടെ ഒരു വടി എടുത്തിട്ട് അവിടെ മിറ്റം തൂക്കുന്ന പോലെ കരിയിലെല്ലാം തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഒരു വിധത്തിൽ ഞങ്ങൾ വീട്ടിലെത്തി. ബാബയ്ക്ക് വീട്ടിലേക്ക് വരാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. വീട്ടിൽ വന്ന ഉടനെ ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന പോംഗ്രനേറ്റ് എടുത്ത് അവൾക്ക് ജ്യൂസാക്കി കൊടുത്തു. അവൾക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ജ്യൂസ് പാർസൽ വാങ്ങിയപ്പോൾ കിട്ടിയൊരു കപ്പാണ്. അപ്പോൾ അതിലാവുമ്പോൾ കറക്റ്റ് താഴെ കളയാതെ അവൾക്ക് കുടിക്കാൻ പറ്റും. അപ്പോൾ വന്ന ഉടനെ ഞാനൊരു പാടമുട്ടയും ജ്യൂസും കൂടി അന്നേരം കഴിച്ചു. പിന്നെ ചോറ് കഴിച്ചത്. ഈ മുട്ട തിന്നോ ബേബി? തക്കു മുട്ട കഴിച്ചായിരുന്നോ? സൂപ്പർ വീടാണല്ലോ. വായിലിടില്ല. അപ്പോ വാവയുടെ കുളിക്കുന്ന ടൈമിൽ ഞാനൊന്ന് താഴെ ജിമ്മിൽ പോയിട്ട് വന്നിരുന്നു. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വാവ ഇതാ നല്ല കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് ചേച്ചിയുടെ കൂടെ കളിക്കുകയാണ്. രണ്ടുപേരും കൂടി വീടൊക്കെ ഉണ്ടാക്കി. ചേച്ചിയും കൂട്ടിനുണ്ട് വീട്ടിൽ കളിക്കാൻ. ചേച്ചി ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. അപ്പോൾ രണ്ടുപേരും കൂടി അവിടെ ഒരു കളി കളിക്കുകയാണ്. രാത്രിയിൽ ഇങ്ങനെ ബേബിയും ചേച്ചിയും ഉറങ്ങുന്ന കളിയാണ്. അവരപ്പം നട്ടുച്ച സമയത്ത് രാത്രിയൊക്കെ ആക്കി ചെറിയ ലൈറ്റൊക്കെ ഓണാക്കി രണ്ടുപേരും കൂടി ഉറങ്ങുകയാണ്. ഉറങ്ങുന്നത് പോലെയുള്ള കളിയാണ്. അത് കഴിഞ്ഞിട്ട് തൈരും വാഴക്കൂമ്പ് തോരനും മീൻ വറുത്തതുമാണ് ചോറ്. അപ്പോൾ ആൻറ്റി വാവയ്ക്ക് പാട്ടൊക്കെ വെച്ചിട്ടാണ് ചോറ് കൊടുക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഈ പാട്ട് വെച്ചിട്ടാണ് ഇപ്പം പാട്ടിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാറ്. അല്ലെങ്കിൽ അവൾ കഴിക്കുന്നത് വളരെ കുറവാണ്. അപ്പം അങ്ങനെ അവൾ കഴിക്കുകയാണ്. ചേച്ചി ഇന്ന് കഴിക്കുന്നത് പനീർ ഗ്രേവിയും പിന്നെ ഒരു പാലക് റൈസുമാണ്. അപ്പം അതാണ് ചേച്ചിയുടെ ഇന്നത്തെ ഫുഡ്. പാട്ട് വേണ്ടേ? ഇപ്പോൾ ഏകദേശം ഒരു 2 മണി കഴിഞ്ഞിട്ടുണ്ട്. 2:15 ആയിട്ടുണ്ടാവും. വാവയ്ക്കപ്പോൾ ഉറങ്ങാനുള്ള സമയമായി. പകലൊരു 2 മണിക്കൂറോളം അവൾ ഉറക്കാറുണ്ട്. എന്നാലാണ് അവൾക്ക് അവളുടെ റുട്ടീൻ ശരിയാവാറുള്ളൂ. അപ്പം വാവ അതിലാണ് ഉറക്കുകയാണ്. പാട്ടൊക്കെ വെച്ച് തൊട്ടിയിലിട്ടിട്ടാണ് ഉറക്കുന്നത്. ഏകദേശം 4:30 ആയിട്ടുണ്ട്. വാവ ഞാൻ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ അപ്പുറത്തെ റൂമിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വാവ എണീറ്റ് വന്ന പാടെ ബൂസ്റ്റൊക്കെ ചോദിച്ചിട്ട് ബൂസ്റ്റ് സ്പൂൺ കൊണ്ട് കോരി കഴിക്കൽ അവൾക്ക് ഇടയ്ക്കുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് മീശയൊക്കെ വന്ന് നിൽക്കുന്ന വാവേനെയാണ് കാണുന്നത്. മിഷു
അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ 4 മണി സമയത്ത് വാവയ്ക്കൊരു ദോശ ചുട്ടു കൊടുത്തിട്ടുണ്ടായി. ദോശ കഴിക്കുന്നതാണ് അവള്. പാട്ടൊക്കെ കണ്ടുകൊണ്ടാണ് ദോശ കഴിക്കുന്നത്. അപ്പോൾ വാവ അങ്ങനെ ദോശ അത്ര കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഞാനപ്പോൾ ഇവർക്കൊരു ബ്രോക്കോളി കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രോക്കോളി എടുത്ത് നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് തിളപ്പിച്ച് എടുക്കുകയാണ്. എന്നിട്ട് കഴുകി കഴിഞ്ഞിട്ട് ഞാനൊരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കുന്നത്. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പം ഒരു 2-3 മിനിറ്റ് അത്രേ വെക്കുന്നുള്ളൂ. തീ കുറച്ചിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് അതിനെ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് തണുത്ത വെള്ളത്തിലൊന്ന് നന്നായിട്ട് കഴുകി എടുക്കും. അത് ആ കുക്കിംഗ് പ്രോസസ്സ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനാണ്. എന്നിട്ട് അത് മിക്സിയിലിട്ടൊന്ന് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ബ്രോക്കോളി. അടിച്ചെടുത്ത ബ്രോക്കോളിയിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത ഒരു ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്യൂബ് ചീസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1.5 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വേണ്ടത് നമുക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവും കൂടിയാണ്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. ഈ കോൺഫ്ലവർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ആ ഒരു മോയ്സ്ചർ ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമുക്കിത് കുഴയ്ക്കാൻ അല്ലെങ്കിൽ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ഒരു പരുവായിട്ട് കിട്ടും. ആ സമയത്ത് നമ്മളിതിനെ കട്ട്ലേറ്റിൻ്റെ ബോൾസായിട്ട് കട്ട്ലേറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഞാനിവിടെ കുറച്ച് നാളത്തേക്കൊക്കെ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്തെടുക്കുന്നുണ്ട്. 1-2 ബോക്സിൽ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. നാളെ മോൾക്ക് സ്നാക്കായിട്ട് സ്കൂളിലേക്ക് കൊടുത്തയക്കാനായിട്ടാണ്. എന്നിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഇതിനെ ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് കട്ട്ലേറ്റ് പോലെ വറുത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നെയ്യാണ് എടുക്കുന്നത് ഇവിടെ, കാരണം കുട്ടികൾക്കൊക്കെ നെയ്യാണ് ഒന്നും കൂടി നല്ലത്. അപ്പം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കട്ട്ലേറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് നമ്മുടെ കട്ട്ലേറ്റ് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ യമ്മി ബ്രോക്കോളി കട്ട്ലേറ്റ് ഇവിടെ നല്ല സൂപ്പറായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല യമ്മി കട്ട്ലേറ്റാണ്. പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള, അകത്ത് നന്നായിട്ട് വെന്തിട്ടുള്ള കട്ട്ലേറ്റാണ്. അപ്പോൾ ഇവിടെ ഇത് കുട്ടികൾക്ക് സോസിൻ്റെ കൂടെ കഴിക്കാനാണ് പൊതുവിൽ ഇഷ്ടം. അപ്പോൾ അങ്ങനെ നമ്മൾ ടൊമാറ്റോ സോസിൻ്റെ കൂടെയാണ് കട്ട്ലേറ്റ് സെർവ് ചെയ്യുന്നത്. മൂത്തയാൾ കഴിച്ചെങ്കിലും വാവ ഇപ്പോഴും അങ്ങനെ കട്ട്ലേറ്റ് ഒന്നും വലിയ കാര്യമായിട്ട് കഴിക്കാണ്ട് കളിക്കാൻ വന്നിരിക്കുകയാണ്. അവൾക്ക് കുറച്ചെന്തോ കഴിച്ചിട്ട് പോയി ചേച്ചിയുടെ കൂടെ ഇരുന്ന് വായിക്കുകയാണ്. ബുക്ക് വായനയാണ് രണ്ടുപേരും കൂടി. കുറച്ച് നേരത്തെ കളിയാണത്. ചേച്ചി വായിക്കുന്നത് പോലെ അവളും ഇമിറ്റേറ്റ് ചെയ്ത് എന്തൊക്കെയോ വായിക്കും. വായനയുടെ ഇടയിൽ കഴിക്കുന്ന കരുതിയിട്ട് ഞാൻ കുറച്ച് കട്ട്ലേറ്റ് ഒന്ന് കൊണ്ടുപോയി കൊടുത്ത് ഒന്ന് ട്രൈ ചെയ്തതാണ്. അപ്പോഴും പുള്ളിക്കാരി സോസ് മാത്രം കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പരിപാടി ചേച്ചിക്ക് കൊടുത്തിട്ട് ഞാനിങ്ങോട്ട് പോകുന്നു. അവൾ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കയ്യിൽ കൊടുക്കുക ചേച്ചി. അവിടുത്തെ കളിയെല്ലാം കഴിഞ്ഞിട്ട് വാവ വീണ്ടും കുറച്ച് നേരം ചെടിക്ക് വെള്ളം ഒഴിക്കാനായിട്ട് വന്നു. അവളുടെ വേറൊരു ഹോബിയാണത്. കുറച്ച് സമയം അങ്ങനെ പോയിക്കോളുമല്ലോ ടൈം പാസിന് വേണ്ടിയിട്ട് ഞാനങ്ങനെ അവൾക്ക് ഇത്തിരി വെള്ളവും ബക്കറ്റൊക്കെ എടുത്ത് കൊടുത്ത് അവളുടെ ആ ഒരു വെള്ളം ഒഴിക്കുന്ന മഗ്ഗുണ്ട്, അതിൽ അവൾ വെള്ളം ചെടിക്കൊക്കെ ഒഴിച്ചുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം ഈവനിങ് ടൈമിൽ. Baby smile, baby smile, smile, smile. അവിടെ കളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തം അഴുക്കായിരുന്നു. ഉടുപ്പും എല്ലാം ദേഹത്തൊക്കെ ചെളിയാക്കിയതുകൊണ്ട് അവളൊന്ന് ആൻറ്റി ഒന്നുകൂടി മേല് കഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയെടുത്ത് കളിക്കുന്നതാണ്. ജോർജ് അല്ലേ?
ഇപ്പോൾ സമയം ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം വാവയ്ക്ക് ഇച്ചിരി സ്റ്റോറി ടൈം കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാനൊരു കുഞ്ഞു ബുക്കും എടുത്ത് അവളുടെ അടുത്ത് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനിരുന്നതാണ്. അപ്പോൾ അവൾക്ക് തനിയെ വായിക്കണം, അതാണ് അവിടെ കാണുന്നത്. ഇപ്പോൾ ഏകദേശം 7:30 കഴിഞ്ഞിട്ടുണ്ട്. അച്ഛ വന്നിട്ടുണ്ടായിരുന്നു ഓഫീസിൽ നിന്ന്. അപ്പോൾ അവൾ കുറച്ച് നേരം അച്ഛൻ്റെ കൂട്ടത്തിലുള്ള കളിയാണ് കാണുന്നത്. പിടിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 7:45 ആയപ്പോൾ ഞങ്ങൾ വണ്ടിക്ക് കുറച്ച് പെട്രോൾ അടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാവയും കൂടി നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അവൾക്കൊരു റൈഡ് ആവട്ടെ എന്ന് കരുതി. അവൾ ഫുൾ ടൈം വീട്ടിലിരുന്ന് മടുത്തിരിക്കുകയാണല്ലോ. അപ്പം വാവയും കൂട്ടി നമ്മൾ പെട്രോൾ അടിക്കാൻ പോകുന്നതാണ്. അങ്ങനെ നമ്മൾ പോയിട്ട് വന്നു. വായ ഒന്ന് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ബേബി ഗുഡ് നൈറ്റ്. ചേച്ചിക്ക് ഗുഡ് നൈറ്റ് ഉമ്മ കൊടുക്ക്. ചേച്ചിക്ക് ഗുഡ് നൈറ്റ് ഉമ്മ കൊടുക്ക്. ചേച്ചിക്ക് ഗുഡ് നൈറ്റ് ഉമ്മ കൊടുക്ക്. വീട്ടിലേക്കുള്ള ഫോണൊക്കെ വന്നിരുന്നു. ആ സമയത്ത് നമ്മൾ കോളെല്ലാം കഴിഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് വാവേനെ പതുക്കെ ഉറക്കാൻ പോവാണ്. ഉറങ്ങാൻ നേരത്തെ അവൾക്കൊരു പാല് വേണം. അത് ഗുഡ് നൈറ്റ് ബേബി വെച്ചിട്ടാണ് ഉറങ്ങാറ്. അത് ഉറങ്ങാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് ഒരു കുഞ്ഞ് ലൈറ്റൊക്കെ ഇട്ടിട്ട് വാവ പയ്യെ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവക്കുട്ടിയുടെ ഡേ ഇൻ ലൈഫ്. അപ്പം അവളുടെ ഒരു ദിവസത്തെ കാര്യങ്ങളാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.